തിരുവനന്തപുരം കോർപ്പറേഷനിലെ വാഴക്കോണം കൗൺസിലറായിട്ടുള്ള സുഗതൻ ഇന്ന് വിയ്യൂർ ജയിലിൽ വെച്ച് വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്തു. മേയർ വി രാജേഷാണ് സത്യവാചകം ചൊല്ലിക്കൊടുത്തത്. മേയർ രാജേഷിൻ്റെ പല ഇടപെടലുകളും CPM-നെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നതുകൊണ്ട് ഈ സുഗതനെ കൗൺസിലിൽ നിന്ന് പുറത്താക്കണമെന്ന് അവർ ആവശ്യപ്പെടുന്നു. ഇതിനുവേണ്ടി റിലേ സത്യാഗ്രഹം നടത്തുന്നുണ്ട്. പക്ഷേ രാജേഷ് പറയുന്ന ചില കാര്യങ്ങളുണ്ട്. തിരുവനന്തപുരത്ത് അവിടുത്തെ പാളയം മാർക്കറ്റിൽ ഒരു മത്സ്യം വിൽക്കണമെങ്കിൽ 500 രൂപ ദിവസം അവിടുത്തെ പ്രാദേശിക CPM നേതാവിന് നൽകണം. അവിടുത്തെ 2 or 3 വിവാഹ മണ്ഡപങ്ങൾ എത്രയോ കാലമായിട്ട് CPM നേതാക്കൾ കയ്യിൽ വെച്ചിട്ട് അത് വാടകയ്ക്ക് കൊടുത്തിട്ട് അവർ പണം സമ്പാദിക്കുന്നു. ഏതാണ്ട് 950-ലധികം കടമുറികളുള്ളതിൽ പകുതിയും CPM നേതാക്കളാണ് വാടകയ്ക്ക് കൊടുത്തത്. അപ്പോൾ കഴിഞ്ഞ 35 വർഷത്തോളമായിട്ട് അവിടം ഭരിക്കുന്ന CPM ഈ പണം ഉണ്ടാക്കാനുള്ള മാർഗമായിട്ട് തിരുവനന്തപുരം കോർപ്പറേഷനെ കൃത്യമായിട്ട് ഉപയോഗിച്ചു. ഇതെല്ലാം തന്നെ വെളിയിലേക്ക് കൊണ്ടുവരുന്നതുകൊണ്ടാണ് ഈ കൗൺസിലിനെതിരെ ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. എന്നിട്ട് എന്തൊക്കെ പ്രതിസന്ധിയാണ് ഞങ്ങൾ നേരിടേണ്ടി വരുന്നതെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ടാണ് ഭരണം തുടങ്ങിയെന്നും രാജേഷ് പറയുന്നു. സത്യത്തിൽ മേയറുടെ ഈ പ്രവർത്തനങ്ങൾ കുറച്ചൊക്കെ മാതൃകാപരം എന്നുകൂടെ പറഞ്ഞൂടെ? അത് തീർത്തും മാതൃകാപരമാണ്. അതാണ് CPM-ൻ്റെ പ്രയാസം. ഈ 10, 40, 50 വർഷം കയ്യിൽ വെച്ച് അനുഭവിച്ച അനധികൃതമായ സ്വത്ത് പതുക്കെ ആണെങ്കിൽ കോർപ്പറേഷൻ തിരിച്ചു പിടിക്കുമ്പോൾ ഉണ്ടാകുന്ന വെപ്രാളമുണ്ടല്ലോ, അത് വലിയൊരു പ്രശ്നമാണ്. ഇപ്പോൾ ഇവർ നിസ്സാരമായിട്ട് ചെയ്തതാണ്. കോർപ്പറേഷൻ്റെ സ്ഥലത്ത് ബോർഡ് വയ്ക്കുന്ന അഡ്വർടൈസ്മെൻറ്റ് അത് ടെൻഡർ ചെയ്തു. 40 ലക്ഷം രൂപയ്ക്ക് നെടുമങ്ങാട് മുനിസിപ്പാലിറ്റിയിലെ ഒരു CPM കൗൺസിലർ അത് പിടിച്ചു. ഒരു ബേനാമി ഓപ്പറേഷൻ. അത് പിന്നെ ആ ലേലം പെർമനൻ്റായി. ഓരോ വർഷവും 10% ഇൻക്രീസ് ചെയ്യും. അതായത് 40, 44 ആകും, പിന്നെ 48.4 ആകും. ഇങ്ങനെ ഇൻക്രീസ് ചെയ്യും. ഇത് ഇപ്പോഴത്തെ പുതിയ കോർപ്പറേഷൻ ഭരണാധികാരികൾ പിടിച്ചിട്ട് ഓപ്പൺ ടെൻഡറാക്കി, ഫ്രഷ് ടെൻഡർ വിളിച്ചു. 1,04,00,000 രൂപയ്ക്കാണ് ആ ടെൻഡർ പോയത്. രസം എന്താണെന്ന് വെച്ചാൽ ആ ടെൻഡർ പിടിച്ച ആൾ മറ്റേ ആളിൻ്റെ സബ് കോൺട്രാക്ടറായിരുന്നു. 40 ലക്ഷത്തിന് പിടിച്ച ആൾ ഇത് സബ് കോൺട്രാക്ട് കൊടുക്കുകയായിരുന്നു. അയാൾ അവിടുത്തെ കൗൺസിലറാണ്. അയാൾക്ക് പരസ്യ ബോർഡ് എഴുതാൻ പിടിക്കാനൊന്നും നേരെയില്ല. അപ്പോൾ അയാൾ സബ് കോൺട്രാക്ട് കൊടുത്തു. ആ സബ് കോൺട്രാക്ട് എടുത്തവൻ തീർച്ചയായിട്ടും 40 ലക്ഷത്തിൽ താഴെ ആയിരിക്കുമല്ലോ എടുത്തിരിക്കുന്നത്. അതെ. അങ്ങനെ എടുത്ത ആളാണ് 102 ലക്ഷം രൂപയ്ക്ക് കോട്ട് ചെയ്തിട്ട് ഈ സാധനം പിടിച്ചത്. അപ്പോൾ എത്ര കാശാണ് ഈ മനുഷ്യനുണ്ടാക്കിക്കൊണ്ടിരുന്ന ആലോചിച്ചു. മറ്റവൻ നിവൃത്തികേട് കൊണ്ട് ഇയാളുടെ കീഴിൽ ഇതല്ലാതെ വേറെ മാർഗ്ഗമില്ല. അയാൾക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അത് മാർക്സിസ്റ്റ് പാർട്ടിക്ക് കിട്ടുള്ളൂ. അപ്പോൾ പിന്നെ അതിൽ നിന്ന് കിട്ടിയതായിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞ് ഇയാൾ ചെയ്തുകൊണ്ടിരുന്നു. ഇതിൽ പോകുന്ന മാർജിൻ എത്രയാണെന്ന് ആലോചിച്ചു. കിടന്നാൽ ഉറക്കം വരുമോ ഈ പാർട്ടികൾക്കൊക്കെ? അത് തിരുവനന്തപുരത്തെ എത്ര ബിൽഡിങ്ങുകൾ, കല്യാണ മണ്ഡപങ്ങൾ, ഇതൊക്കെ അവരങ്ങോട്ട് വാടകയ്ക്ക് കൊടുക്കുന്നു, അവർ കാശ് മേടിക്കുന്നു, ചെയ്യും. കൂടുതൽ കോർപ്പറേഷൻ കുറേയൊക്കെ പിടിച്ചു. മുഴുവൻ ഇപ്പോഴും ആയിട്ടില്ല കേട്ടോ. ഞാൻ നമ്മുടെ കഴിഞ്ഞ ടോക്കിൽ സിനിജിയോട് പറഞ്ഞില്ലേ, രാജേഷിന് ഇനിയും തല്ല് കിട്ടും, രാജേഷിന് ഫർദർ കഷണ്ടി കയറും, പുറകോട്ട് മുടി ഇങ്ങനെ പോവും. അത് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു. നിസ്സാര പണിയല്ല ഇത്. 50 വർഷത്തെ വെസ്റ്റഡ് ഇൻട്രസ്റ്റ്, അതും ഇറ്റ്സ് എ ഹ്യൂജ് കോർപ്പറേഷൻ. തിരുവനന്തപുരം വിസ്തീർണം കൊണ്ടുമൊക്കെ അവിടെയുള്ള പഴയ കെട്ടിടങ്ങളൊക്കെ ഇവർ കയ്യേറിയിരിക്കുകയാണ് പലവിധ പേരുകളിൽ. CITU, പിന്നെ CITU-വിൻ്റെ വിവിധ യൂണിയനുകൾ, പുരോഗമന കലാസാഹിത്യ സംഘം, അതിൻ്റെ വിവിധ ശാഖകൾ, അങ്ങനെ എല്ലാ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ എല്ലാ സാധനങ്ങളും അവർക്കൊക്കെ താമസിക്കാനും അടിച്ചു പൊളിക്കാനും ഒക്കെ ആയിട്ട് സർക്കാർ കെട്ടിടങ്ങൾ അങ്ങ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. ഇതിൽ നിന്നൊക്കെ ഇവരെ ഇറക്കി വരുമ്പോൾ കാലം എത്ര പിടിക്കും? 50 വർഷം കൊണ്ട് കുടിയേറി പാർത്തവരെ 5 ദിവസം കൊണ്ട് ഇറക്കി വിടാൻ പറ്റുമോ? അപ്പം അങ്ങനെ. പക്ഷേ ഇവർക്ക് ഈ വരുമാന നഷ്ടം അവർക്ക് താങ്ങാൻ പറ്റില്ല. ഇതൊന്നും അല്ല. ഇതൊക്കെ ഇപ്പോൾ കാണുന്നത് ഐസ് കട്ടയുടെ, മഞ്ഞുമലയുടെ അഗ്രം മാത്രമാണ് ഇപ്പോൾ ഈ കണ്ടിരിക്കുന്നത്. പാളയത്തെ കണിമറ മാർക്കറ്റിലെ അഴിമതി. അടുത്ത അഴിമതി വരാൻ പോകുന്നത് ഈ ചവറിനെ ചൊല്ലിയായിരിക്കുന്നു. വലിയ സ്ഫോടനം നടക്കും അതിൽ. ചവർ മാഫിയ എന്ന് പറഞ്ഞൊരു മാഫിയയുണ്ട്. അവർ കോർപ്പറേഷനിലെ ചവറ് വാരുന്ന സംവിധാനം തകരാറിലാക്കിക്കൊണ്ടേയിരിക്കും. അതിനവർ ഭീഷണി പ്രയോഗിക്കും, കൈക്കൂലി കൊടുക്കും, എന്തും ചെയ്യും.
കോർപ്പറേഷനിൽ ചവറ് നിറയുക എന്നുള്ളതാണ് അവരുടെ ആവശ്യം. അപ്പോൾ ഇതെങ്ങനെയെങ്കിലും മനുഷ്യന് കളഞ്ഞല്ലേ പറ്റുള്ളൂ. വീട്ടുകാരൊക്കെ ഫ്രസ്ട്രേറ്റ് ആകും. അപ്പോൾ പ്രൈവറ്റ് ആൾക്കാരെ നമ്മൾ വിളിക്കും, ഇതൊന്നും എടുത്ത് മാറ്റാമെന്ന്. അയ്യോ വലിയ പ്രശ്നമാണ് സാറേ, 10,000 രൂപ പിഴയാ, CCTV വെച്ചിട്ടുണ്ട്. അയ്യോ രക്ഷയില്ല, ജീവിക്കാൻ നിവൃത്തിയില്ല. ശരി നോക്കട്ടെ, നാളെ ഞാനൊരാളിനെ വിടാമെന്നൊക്കെ പറഞ്ഞ് വലിയ വെയിറ്റ് ഇട്ട് 10,000 രൂപ 20,000 രൂപയൊക്കെ മേടിക്കും ചവറ് കൊണ്ടുപോകാനായിട്ട്. ഇതാണ് ചവർ മാഫിയ. അപ്പോൾ ചവർ മാഫിയ അടുത്ത ഇറങ്ങിത്തുടങ്ങി. അതാണ് വിയ്യൂർ സെൻട്രൽ ജയിലിന് മുമ്പിൽ പത്രസമ്മേളനമല്ല, അവിടെ നിന്ന് കൊടുത്ത ബൈറ്റിൽ രാജേഷ് പറയുന്നുണ്ട്, 2 CPM-കാരെ പോലീസ് പിടിച്ചിട്ടുണ്ട് ഈ ചവറ് വലിച്ചെറിയുക. അവിടെ ഇവിടെയുള്ള ചവറ് സംഭരിച്ചിട്ട് തോട്ടിലും ഓടയിലും അവിടെയൊക്കെ വലിച്ചെറിഞ്ഞ് ബ്ലോക്ക് സൃഷ്ടിക്കുക. അങ്ങനെ കോർപ്പറേഷനെ നാറ്റിക്കുക. കോർപ്പറേഷനെ നാറ്റിക്കാനും പറ്റും, ജനങ്ങൾക്ക് ദേഷ്യം വരും. അപ്പോൾ ഈ മാഫിയ രംഗത്ത് സേവകരായിട്ട് അവരിറങ്ങും, ഞങ്ങൾ വാരിത്തരാം 5,000 രൂപ 10,000 രൂപ എന്ന് പറഞ്ഞിട്ട് അവർ വാരിക്കൊണ്ടുപോകും. അവർ വാരിക്കൊണ്ടുപോയിട്ട് വേറൊരു സ്ഥലത്ത് വെച്ചിട്ട് വീണ്ടും ഇത് റീസർക്കുലേറ്റ് ചെയ്യുകയാണ് ഈ ചവറ്. നമ്മൾ കൊടുത്തയച്ച ചവറ് വീണ്ടും നമ്മുടെ മുറ്റത്തേക്ക് തന്നെ വരും, വീണ്ടും നമ്മൾ കാശ് കൊടുക്കണം. അങ്ങനെയാണ് ചവർ മാഫിയ വർക്ക് ചെയ്യുന്നത്. കുടിവെള്ള മാഫിയ, അവർ പൈപ്പ് പൊട്ടിക്കും. ഇതിൽ തിരുവനന്തപുരത്തുകാരെക്കാൾ മിടുക്കന്മാർ ഈ ചവറ് കുടിവെള്ള മാഫിയൊക്കെ എറണാകുളത്താണ് ഗംഭീരന്മാരായിട്ട് നിൽക്കുന്നത്. എറണാകുളത്ത് ഇതുവരെ ആരും അത് പിടിച്ചിട്ടൊന്നുമില്ല. പക്ഷേ തിരുവനന്തപുരത്ത് കുറേശ്ശെയായിട്ട് ഇപ്പോൾ പിടിച്ചു വരുന്നു. ഇത് ഇവരുടെ പൈപ്പ് പൊട്ടിക്കുക, കുടിവെള്ളം ഇല്ലാതാക്കുക. ആൾക്കാർ ബഹളം വയ്ക്കുമ്പോൾ എമർജൻസിയായി ജില്ലാ കളക്ടറൊക്കെ ഇടപെടും, വെള്ളം ടാങ്കറിൽ വിതരണം ചെയ്യാൻ പറയും. രക്ഷപ്പെട്ടു. കൈ കിട്ടിയ വെള്ളം ഏതെങ്കിലും എവിടെന്നെങ്കിലുമൊക്കെ അഴിച്ചിട്ട് വെള്ളം വിതരണം ചെയ്യും. അങ്ങനെ മിക്കവാറും മാസത്തിൽ 1 തവണയോ 2 തവണയോ വെള്ളത്തിൻ്റെ ക്ഷാമം ഉണ്ടാക്കിയിട്ട് അതിൽ നിന്ന് കാശ് തട്ടുക. ഇതൊക്കെ കേരളം മൊത്തം മാഫിയയുടെ കയ്യിലാണ്. എല്ലാ കാര്യത്തിനും മാഫിയയുണ്ട്. തിരുവനന്തപുരത്ത് ഉണ്ടോ എന്ന് എനിക്ക് ഉറപ്പില്ല, ഉണ്ടാവാനാണ് സാധ്യത. തട്ടുകട മാഫിയ എന്ന് പറഞ്ഞാൽ ആ മാഫിയയെ കണ്ട് അവർക്ക് ഉള്ളത് കൊടുത്താൽ മാത്രമേ അവർ തട്ടുകട ഇട്ട് ജീവിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ പറയുന്ന നമുക്ക് ഉണ്ട് എന്ന് നമ്മൾ ധരിക്കുന്ന സ്വാതന്ത്ര്യമൊന്നും നമുക്കില്ല. തട്ടുകട നടത്തി ജീവിക്കാം എന്നൊന്നും വിചാരിക്കേണ്ട. ജീവിക്കാം, പക്ഷേ വേറെ തമ്പുരാനെ കപ്പം കൊടുക്കണം, എങ്കിലേ ജീവിക്കാൻ പറ്റുള്ളൂ. ഈ അവസ്ഥ തിരുവനന്തപുരത്ത് മാറ്റിയെടുക്കാൻ പറ്റിയാൽ വളരെ നല്ല കാര്യം. അതിന് കൊണ്ടുപിടിച്ച ശ്രമം വി രാജേഷിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട്. അപ്പോൾ പിന്നെ ഈ ഭൂരിപക്ഷത്തിൻ്റെ ഈ ഒരു പ്രശ്നം അവരെ വല്ലാതെ അലട്ടുന്നുണ്ട്. കാരണം CPM-ഉം കോൺഗ്രസും യോജിച്ചാൽ പോലും BJP-യെ ഇറക്കിവിടാൻ പറ്റുന്നില്ല. എന്നാൽ BJP-യുടെ ഭൂരിപക്ഷം എത്രയാണ്? 1 സീറ്റിൻ്റെ ഭൂരിപക്ഷം, അത്രേ ഉള്ളൂ താൻ. പക്ഷേ അങ്ങനത്തെ ഒരു ക്രിട്ടിക്കൽ സിറ്റുവേഷനിൽ കൊണ്ടുപോയി എത്തിച്ചു ജനങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ പാർട്ടികളെ. അപ്പോൾ ഇംഗ്ലീഷിൽ പറയുമല്ലോ, ക്യാച്ച് മീ ഇഫ് യു ക്യാൻ എന്ന് പറഞ്ഞാണ് തിരുവനന്തപുരത്ത് വി രാജേഷ് നയിക്കുന്നത്. ധൈര്യം ഉണ്ടെങ്കിൽ എന്നെ മറിച്ചിടാം. ഇവരെന്ത് ചെയ്താലും മറിച്ചിടാൻ പറ്റുകയില്ല. ഇപ്പോൾ രാജേഷിൻ്റെ പ്രവർത്തനങ്ങൾ CPM വല്ലാതെ ആലോചനപ്പെടുന്നുണ്ട്. അവർ റിലേ സത്യാഗ്രഹം നടത്തുന്നത്. കാരണം സുഗതനെ ഇനി കൗൺസിൽ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല. അപ്പോൾ രാജേഷ് പറയുന്നത് ഞാൻ ഉൾപ്പെടെയുള്ള പൊതുപ്രവർത്തകരൊക്കെ തന്നെ പൊതുവെ സമരത്തിൽ പങ്കെടുക്കുന്നവർ, അങ്ങനെ ഒരുപാട് കേസുകളുണ്ടാകും. അങ്ങനെയുള്ള കേസുകൾപ്പെട്ട സുഗതനാണ്. അപ്പോൾ സുഗതനെ വിയ്യൂർ ജയിലിൽ വെച്ച് സത്യപ്രതിജ്ഞ ചെയ്യാനുള്ള അവസരം വരെ കിട്ടിയെന്ന് പറയുമ്പോൾ CPM-ൻ്റെ പ്ലാനുകൾ പൊളിയുന്നു. ഇവർ 3-4 ദിവസമായിട്ട് സമരം തുടങ്ങിയിട്ടുണ്ട് കോർപ്പറേഷന് മുമ്പിൽ. ഈ സമരം ഇനി കൂടുതൽ കടുപ്പിക്കുകയും വലിയ ക്രമസമാധാന പ്രശ്നമാക്കി മാറ്റാനും ശ്രമിക്കാമല്ലോ CPM-ന്. അത് അവരുടെ ഒരു സ്ഥിരം ടെക്നിക്കാണ്, ക്രമസമാധാന പ്രശ്നം ഉണ്ടാക്കിയിട്ട് നേടിക്കൊണ്ട് പോകുക എന്നുള്ളത്. പക്ഷേ ഇപ്പോൾ അത് നടക്കുന്നില്ല. ED-ക്കെതിരെ അവർ നടത്തിയതും ക്രമസമാധാനം കയ്യിലെടുത്തുകൊണ്ടുള്ള പ്രശ്നമായിരുന്നല്ലോ, അത് പൊളിഞ്ഞുപോയി. ഇപ്പോൾ ക്രമസമാധാന പ്രശ്നത്തിലൂടെ പിടിച്ചു നിൽക്കാൻ പഴയ പോലെ അണികൾ CPM-ന് ഇല്ല. ഇപ്പോൾ പണ്ട് പറയുമായിരുന്നു നഷ്ടപ്പെടുവാൻ വിലങ്ങുകൾ, കിട്ടാനുള്ളത് പുതിയൊരു ലോകം. ഇപ്പം നഷ്ടപ്പെടാൻ വിലങ്ങൊന്നുമല്ല, ഒരുപാട് സ്വത്തും സമ്പാദ്യമൊക്കെ ഉണ്ട്. അതുകൊണ്ട് അത്തരം സമരങ്ങൾക്ക് ആളെ കിട്ടുന്നത് ബുദ്ധിമുട്ടാണ്. പിന്നെ ഈ ധർണ ഇപ്പോൾ കണ്ടില്ലേ, റിലേ സത്യാഗ്രഹം, എന്തൊരു അപഹാസ്യമായ പരിപാടിയാണെന്ന് നോക്കി. ഞാൻ ഭക്ഷണം കഴിച്ച് വന്നിട്ട് നിരാഹാരമിരിക്കുന്നു, എനിക്ക് വിശക്കുമ്പോൾ സിനിജി വന്നിരിക്കും, ഞാൻ എണീറ്റ് പോയിട്ട് ഭക്ഷണം കഴിക്കും. ഇതാണ്
റിലേ നിരാകരിക്കുക. ഇതുപോലെ തമാശകളൊക്കെ കാണിച്ച് കഴിഞ്ഞുകൂടുകയാണ് അവർ. ഈ വി വി രാജേഷ് ഇങ്ങനെ വെട്ടിനിരത്തിൽ തുടർന്നാൽ എത്ര കാലം CPM ഇത് പിടിച്ചു നിൽക്കാൻ പറ്റും? അവർക്ക് അധികകാലമൊന്നും പിടിച്ചു നിൽക്കാൻ പറ്റില്ല, വലുതായിട്ട് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. ആ സ്പീഡിലാണ് വി വി രാജേഷ് പോകുന്നത്. ഊണും ഉറക്കവും ഇല്ലാതെ പലപ്പോഴും രാജേഷിൻ്റെ മുഖം കണ്ടാൽ നമുക്ക് സങ്കടം തോന്നും. തലേദിവസം രാത്രി ഉറങ്ങിയിട്ടില്ല എന്ന് മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ടാകും. ബട്ട് ഇതൊക്കെ പൊതുപ്രവർത്തനത്തിൻ്റെ കൂടെയുള്ളതാണ്. അതവർ നിർവഹിച്ചോളും. BJP-യിൽ വി വി രാജേഷ് മാത്രമല്ല, വലിയൊരു ടീമുണ്ട് കേട്ടോ കൂടെ. അല്ല, അവർ പറയുന്നുള്ളൂ ഞങ്ങളുടെ ടീം ഇത് ഇങ്ങനെയുള്ള എതിർപ്പുകൾ, ഈ പ്രതിസന്ധികളൊക്കെ വരുമെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി. അതൊരു വലിയ നീക്കമല്ലേ? കാരണം അത് ഇന്ന സാധനങ്ങൾ വരും, അതിനെ നമ്മൾ തളരരുത്, പ്രതിസന്ധികളെ നമ്മൾ അതിജീവിക്കണം. ആ ഒരു നീക്കമാണ് CPM-നെ അക്ഷരാർത്ഥത്തിൽ തളർത്തുന്നത്, അല്ലേ? കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.